നിങ്ങൾ ഈ മത തീവ്രത സംഭവം മാറ്റുക. ഇത് റംദാൻ മാസത്തിലാണ് ഇതൊക്കെ ഉണ്ടായത്. ഇത് ക്ലിയർ ആയിട്ട് നമ്മുടെ മുമ്പിലുണ്ട്. ബ്ലാക്ക് ആൻഡ് വൈറ്റ് തട്ടിപ്പാണ്, വെട്ടിപ്പാണ്. പക്ഷെ എന്നിട്ടും നിങ്ങൾക്കത് മനസ്സിലാകാത്തതിൻ്റെ കാര്യം, ഹമാസിനെ പിന്തുണയ്ക്കുന്നതിൻ്റെ കാര്യം, ഇതേപോലെയുള്ള തട്ടിപ്പ് കമ്പനികളുടെ പുറകെ പോയി വീഴുന്നതിൻ്റെ കാര്യം, നിങ്ങൾ പഠിച്ചു വെച്ചിരിക്കുന്ന മത തീവ്രതയാണ്. നിങ്ങളെ കുത്തിവെച്ച് കഴിഞ്ഞാൽ നിങ്ങളങ്ങായി. ഈ സ്ത്രീ എന്തോ ചെയ്തുകൊണ്ടിരുന്നത്? ഇവരുടെ പാംപ്ലെറ്റും അഡ്വർടൈസ്മെൻ്റ് അത് അറബിക്, എന്നിട്ട് മലയാളത്തിലോ ഏതാ ഭാഷ അതിൻ്റെ അകത്ത് ട്രാൻസ്ലേഷൻ, അതിനകത്ത് ഖുറാനിക് വേഴ്സസ് ആണ് കൂടുതൽ കൊടുത്തിരിക്കുന്നത്. പക്ക തട്ടിപ്പ്. കാരണം അവർക്ക് മനസ്സിലായി നിങ്ങളത് ഈ വീണോളൂ. അവരത് മുതലാക്കി. എന്നിട്ട് ഈ ഓഫീസർ പറയുന്നത് ചില കാര്യങ്ങളൊക്കെ ഗവൺമെൻറ് റിക്കവർ ചെയ്തിട്ടുണ്ട്. ഇവരുടെ പല ബിൽഡിങ്ങുകളൊക്കെ ഹൈദരാബാദിലുള്ള. പക്ഷേ ഇവർ ഏകദേശം 100-150 കോടി ഇന്ത്യയിൽ നിന്ന് കടത്തി. ഇവരുടെ മക്കളെയും മറ്റുള്ളവരൊക്കെ ഇന്ത്യ നടത്തി വളരെ ഫ്രീ സോണായ UK കൊണ്ടുപോയി. ഇവർക്കെതിരെയുള്ള കേസ് നടത്താൻ കപിൽ സിബിനെ പോലൊരു ലോയറെ അവർ സുപ്രീം കോടതി ഫിക്സ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ ആലോചിച്ചോണം, ഓരോ അപ്പിയറൻസിന് വെച്ച് എത്ര കൊടുക്കേണ്ടി വരും. ഇതേപോലെയുള്ള കേസിനാണെങ്കിൽ അയാൾ മിനിമം 15 മുതൽ 20 ലക്ഷം രൂപ വരെ ചാർജ് ചെയ്യും ഓരോ അപ്പിയറൻസിന്. ഈ പണം ഇവിടുന്ന് വന്നു. എൻ്റെ മുസ്ലിം സഹോദരന്മാരെ, നിങ്ങൾ മനസ്സിലാക്കുക, നിങ്ങൾ ഈ കറുത്ത സംഭവം, ഈ പറയുന്ന സംഭവം, ഈ മത തീവ്രതയും കണ്ട് നിങ്ങൾ വീഴരുത്. ഈ നിങ്ങളെ മുഴുവനും വഴിയാക്കുവാണ് ഇവന്മാരെ.